കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തങ്ങളെ അറസ്റ്റ് ചെയ്താൽ തങ്ങളുടെ സമൂഹത്തിലുള്ള നിലയും വിലയും ഒക്കെ നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തന സേന രക്ഷാപ്രവർത്തന സേനയിലെ അനിൽകുമാറും സന്ദീപും കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം വേണം, തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, തങ്ങൾക്കെതിരെ ഒരു വലിയ രീതിയിൽ രാഷ്ട്രീയ വേട്ട നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തന സേനയിലെ അനിൽകുമാറും സന്ദീപും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ആ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച് രണ്ടുപേരും മുങ്ങി എന്ന് പറഞ്ഞാൽ ഒളിവിലാണ്. മുടക്കോഴിമലയിൽ നിന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊട്ടേഷൻ സംഘത്തെ CPM-ന്റെ കൊട്ടേഷൻ സംഘം അടങ്ങുന്ന കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അടങ്ങുന്ന സംഘത്തെ SP ഷൗക്കത്ത് അലി പൊക്കിയത് ഓർക്കുന്നില്ലേ? മുടക്കോഴിമലയിൽ നിന്ന്, പട്ടി ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്. അതുപോലെ ഏതോ ഒരു പാർട്ടി ഗ്രാമത്തിലേക്ക് മുങ്ങിയിരിക്കുന്നു അനിൽകുമാറും സന്ദീപും. ജാമ്യ ഹർജിയും പിൻവലിച്ചു, ജാമ്യം വേണമെന്നുള്ള അപേക്ഷയും പിൻവലിച്ചിട്ടാണ് മുങ്ങിയിരിക്കുന്നത്. എന്താ കാര്യം? 8 നിലയിൽ പൂട്ടുമെന്നുള്ളത് ഉറപ്പായി. 8 നിലയിൽ പൂട്ടുമെന്നുള്ള ഉറപ്പായി. പിണറായി വിജയന്റെ അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു രക്ഷാപ്രവർത്തനമെന്നാണ് പിണറായി വിജയൻ പേരിട്ട് വിളിച്ചത്. വിജയ, നിനക്ക് ആ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെങ്കിൽ നിന്റെ മകൾ വീണയെ നീ രക്ഷിക്ക്. നിന്റെ തീട്ടം തിന്നുകൊണ്ടിരുന്ന ഈ വാലാട്ടിപ്പട്ടികളെ നീ രക്ഷിക്കണ്ട, നിന്റെ മകൾ വീണയെ നീ രക്ഷിക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെങ്കിൽ. ഇപ്പോ കേരള പോലീസ് ഈ ഗൺമാന്മാർക്കെതിരെ പ്രധാനികൾ ഈ അനിൽകുമാറും സന്ദീപുമാണ്. ഈ 2 പേർക്കെതിരെയും നരഹത്യാ കുറ്റമാണ്. നരഹത്യാശ്രമം എന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമം തന്നെ. കൊല്ലാൻ വേണ്ടി തന്നെയാണ് അടിച്ചത് എന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കുറ്റം ചുമത്തിയിരിക്കുന്നത് നരഹത്യാശ്രമം. അതാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പൂട്ടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് സതീശൻ അവിടെ ഇരിക്കുന്നത്. സതീശൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ എന്ന് 1000 തവണ സതീശൻ പറഞ്ഞിട്ടുണ്ട്. വിടില്ല ഒരുത്തനെയും. സംഭവം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്, ഭരണം നടത്തും. അതിൻ്റെ കൂടെ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ്റെ തീട്ടം തീനികളായിട്ടുള്ള വാലാട്ടിപ്പട്ടികൾക്കുള്ള പണിയും കൊടുക്കും. 8ന്റെ പണി അല്ലേ? ഇതിൻ്റെ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന ഇതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗൺമാന്മാരുടെ ഈ അക്രമം മാത്രമല്ല, അതിനെതിരെ ഉണ്ടാകുന്ന നടപടി മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ ഗൺമാന്മാർ ആലപ്പുഴയിൽ വെച്ച് തല്ലിച്ചതച്ച AD തോമസ് എന്ന് ആലപ്പുഴയിൽ നിന്നുള്ള MLA, പാർട്ടി കോട്ടയിൽ നിന്നുള്ള MLA എവിടെയായിരിക്കുന്നത്? കേരളത്തിൻ്റെ നിയമസഭക്കകത്ത്. പിണറായി വിജയ, വരും ദിവസങ്ങൾ കനൽ വഴിയിലൂടെയുള്ള സഞ്ചാരമായിരിക്കും പിണറായി വിജയന്. അവിടെ ഒരുപാട് പേര് വിജയനെ കാത്തിരിക്കുന്നുണ്ട്, വിജയനെ നോട്ടമിട്ടിരിക്കുന്നുണ്ട്. കൃത്യമായി പഠിച്ചും പറഞ്ഞും കൂടിയാലോചനകൾ നടത്തിയും പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഹുങ്കിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ വാക്താവിനെ വലിച്ചു കീറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിജയനെയും കൂട്ടരെയും കാത്തിരിക്കുന്നത് AD തോമസിനെ പോലെയുള്ള, KM അഭിജിത്തിനെ പോലെയുള്ള, VT ബൽറാമിനെ പോലെയുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീരുമോ? അതുകൊണ്ട് തീരില്ല. ആരൊക്കെ നിർത്തിയാലും അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ലാതെ പിണറായി വിജയനെ നിയമസഭയിൽ കിട്ടണം. പിണറായി വിജയൻ തോറ്റുപോകരുത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നിരയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചും കൊതിച്ചും നീയത്താക്കിയും മനസ്സിൽ കരുതിയും ഉറപ്പിച്ചും വിശ്വസിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. KM ഷാജി എന്ന് പറയുന്ന പുലിക്കുട്ടി.
വച്ചിട്ടുണ്ടടാ പിണറായി വിജയ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് അധികാരത്തിൻ്റെ ഹുങ്ക് വെച്ചുകൊണ്ട് വേട്ടയാടിയതിനൊക്കെ പകരം ചോദിക്കാതെ കാലം കടന്നു പോകില്ല വിജയ എന്നുള്ളതാണ്. എന്താണെങ്കിലും പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനത്തിലെ ആളുകൾ, അതിൽ ഇപ്പോൾ കോടതിയെ സമീപിച്ചത് ഈ സന്ദീപും അനിൽകുമാറുമാണ്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആലപ്പുഴയിലെ അല്ലേ, വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. 2 ലാത്തിവടികൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ട് അടിച്ച് നിലം പരിശാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അതേ ആളുകൾ. ഒന്ന് അനിൽകുമാർ, അന്ന് അനിൽകുമാർ എനിക്ക് തോന്നുന്നു ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷർട്ടാണെന്ന് അനിൽകുമാറില്ലേ ധരിച്ചിരുന്നത്. സന്ദീപ് ആണെങ്കിലോ മറ്റുള്ള ആ ഒരു ഗൺമാൻമാർ യൂസ് ചെയ്യുന്ന ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സും. എന്താണെങ്കിലും പണി അത് 8ൻ്റെ പണി തന്നെയാണ്. അങ്ങനെ ചെറിയ രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനല്ല ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. എന്താണ്, കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ചോദിച്ചത്രേ, നിങ്ങൾ കൃത്യമായിട്ട് വകുപ്പുകളും കാര്യങ്ങളുമൊക്കെ എഴുതിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക, റിപ്പോർട്ടാണ് വേണ്ടത് എന്ന്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് വകുപ്പുകളും കൃത്യമായ എവിഡൻസുകളും പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പോലീസ് ആലപ്പുഴയിലെ കോടതിയിൽ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ ആ വീഡിയോ ദൃശ്യങ്ങൾ, അതേ വീഡിയോ ദൃശ്യങ്ങൾ കോടതിക്ക് മുന്നിലെത്തുകയാണ്. കൃത്യമായിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചവനെ വളഞ്ഞിട്ട് പിടികൂടി, വളഞ്ഞിട്ട് അകത്തിട്ട്, വളഞ്ഞിട്ട് വകുപ്പുകൾ ചുമത്തി ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. രാഷ്ട്രീയ വേട്ടയാടലായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കോ, അങ്ങനെ തന്നെ വിശ്വസിച്ചോ, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയ വേട്ട തന്നെയാ. AD തോമസിനെതിരെയും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്കെതിരെ നടന്നത് രാഷ്ട്രീയ വേട്ടയാടലായിരുന്നെങ്കിൽ അതിന് രക്ഷാപ്രവർത്തനമെന്നാണ് പിണറായി വിജയൻ വിളിച്ചതെങ്കിൽ ഇതും രാഷ്ട്രീയ വേട്ട തന്നെയാ. പക്ഷേ ഇതിനെ നിയമപരമായ നടപടി എന്ന് കോൺഗ്രസ്സുകാർ UDFകാർ മാറ്റി വിളിക്കും. നിയമപരമായ നടപടി അങ്ങനെയാണ് വിളിക്കലൊക്കെ. അങ്ങനെയാ. അപ്പോൾ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്നല്ല വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് നിയമ നടപടികളാണ്. മനസ്സിലായില്ലേ? അല്ല, അന്ന് നടത്തിയത് രാഷ്ട്രീയ വേട്ടയാണെങ്കിൽ ഇതും രാഷ്ട്രീയ വേട്ടയാണ്. എങ്ങനെയാ വേണ്ടത്? അങ്ങനെ സഖാക്കൾക്ക് അങ്ങനെ കരുതാം, ഒരു തർക്കവും വേണ്ട. എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ. രാഷ്ട്രീയ വേട്ടയായിട്ടാണെങ്കിൽ അങ്ങനെ, വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണെങ്കിൽ അങ്ങനെ, കേസിൽ പെടുത്തുന്നതാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും സഖാക്കൾക്ക് ഇതിനെ വിലയിരുത്താം, എങ്ങനെ വേണമെങ്കിലും ഇതിനെ വിളിക്കാം, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, വിടില്ല. എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ഇത് വിടില്ല. കൃത്യമായിട്ട് പലിശയടക്കം നടു റോട്ടിലിട്ട് തല്ലുമെന്നല്ല പറയുന്നത്. പക്ഷേ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്ക് അതിനുള്ള മറുപടി തന്നിട്ടേ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാണെങ്കിലും പിണറായി വിജയൻ്റെ ഗൺമാൻമാർ പേടിച്ചൊളിച്ചിട്ടുണ്ട് മാളത്തിലല്ല, പാർട്ടി ഗ്രാമത്തിൽ. മുടക്കോഴി മലയിലാണോ ഇനി മറ്റു വല്ലയിടത്തോ ആണോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഒളിവിൽ പോയിട്ടുണ്ട്. നരഹത്യാശ്രമം കൂടി വകുപ്പ് കൂടി ചുമത്തിയതിന് തൊട്ടു പിന്നാലെ ഇവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചുകൊണ്ട് മുങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണ് മുങ്ങിയത് എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും പൊക്കും. കാരണം ടി പിയെ വെട്ടി വീഴ്ത്തിയ കൊട്ടേഷൻ സംഘത്തെ പാർട്ടി ഗ്രാമത്തിൻ്റെ മലയുടെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ചപ്പോൾ അവിടെ കയറി പൊക്കിയ ഒരു വ്യക്തിയുണ്ട്, SP ഷൗക്കത്ത് അലി. ആ ഷൗക്കത്ത് അലിയാണ് ഈ കേസ് അന്വേഷിക്കുന്നതും SITയുടെ തലവനും ഈ ഷൗക്കത്ത് അലിയാണ്. മാത്രവുമല്ല, P മോഹനൻ എന്ന് പറയുന്ന ഇവരുടെ ജില്ലാ സെക്രട്ടറി, എന്നത്തെ ജില്ലാ സെക്രട്ടറി, TPയെ കൊന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനെ നടു റോട്ടിൽ വാഹനം തടഞ്ഞിരുത്തി വലിച്ചിറക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ ഷൗക്കത്ത് അലി, സന്ദീപും അനിൽകുമാറും ഒന്നും ഷൗക്കത്ത് അലിക്ക് ഒരു ചുക്കുമല്ല, പൂട്ടും. കാരണം
വളരെ കൃത്യമായ രാഷ്ട്രീയ പിന്തുണ ഷൗക്കത്ത് അലിക്ക് നിർദ്ദേശങ്ങളും ആജ്ഞകളും മുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള പണി ഷൗക്കത്ത് അലി എടുത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സഖാക്കൾക്കും തർക്കം വേണ്ട.